നമ്മൾ ഇൻഷാ അല്ലാഹ് ദുനിയാവിൽ നമ്മൾ കുറേ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പിന്നെ എനിക്ക് മക്കൾ പ്രത്യേകിച്ച് ആമീൻ പറയാൻ കേട്ടോ. ഒരു ആമീന്റെ പവർ മാത്രമേ നമുക്കുള്ളൂ. പിന്നെ ഞങ്ങളോട് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം ഇപ്പൊ കബീർ അൻവർ പറഞ്ഞ പോലെ എന്തിനാണ് ഇപ്പൊ നമ്മൾ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത്, എന്തിനാ അതിന്റെ ആവശ്യം ഇപ്പൊ പല ആളുകളും ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ എന്നോട് ഇന്ന് ഒരാൾ വിളിച്ച് ചോദിക്കാം, നിങ്ങൾ 70 കുട്ടികളെ കെട്ടിച്ചതിന്റെ തെളിവെന്താ? എന്താ പിന്നെ അവനോട് പറയണം? ഇന്നലെ എന്നോട് ചോദിക്കാം, നിങ്ങൾ 70 കുട്ടികളെ കെട്ടിച്ചറിയോ? എത്ര കുട്ടികളെ കെട്ടിച്ചൊക്കെ അറിയോ? ഇല്ല, എനിക്കും അറിയില്ല. ഒരിക്കറിയില്ല. എന്നെത്ര കെട്ടിച്ചെങ്കിലും പറഞ്ഞാണ് കറക്റ്റ് ഒരാൾ ഉത്തരം പറഞ്ഞാണ്. ഞാൻ പറഞ്ഞൊക്കെ തെറ്റാണ്. കറക്റ്റ് ഒരാൾ ഉത്തരം. എത്ര കുട്ടി? 70 ആണോ 75 ആണോ 80? 70 കുട്ടികളെ നമ്മൾ കെട്ടിച്ചു. ഈ 70 കുട്ടികളെ ഞാൻ കെട്ടിച്ചു വിട്ടത് എന്റെ പോക്കറ്റിൽ പൈസ എടുത്തിട്ടല്ലേ? ആണോ? അല്ല, എന്റെ ഉണ്ട്. ഒരുപാട് ആളുകൾ നമുക്ക് തന്ന പൈസകൾ കൊണ്ടാണ് ഈ 70 യതീം മക്കളെ നമ്മൾ കെട്ടിച്ചു വിട്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണം. ഒരു അരമണിക്കൂർ മുമ്പ് സയ്യിദലി ഉസ്താദ് ഒരു മോതിരം എന്റെ കൈ തന്നിട്ട് പറഞ്ഞു, ഒരാളെ കല്യാണം ശരിയായില്ല, ഒരാളെ കല്യാണം ശരിയായി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഒരാൾ സ്വർണ്ണം ഏൽപ്പിച്ചു. അപ്പൊ എന്താ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചു, സ്വർണ്ണം കിട്ടിയിട്ടോ എന്ന് പറഞ്ഞു. അതെന്താ? അത് തന്നിക്കണോ ഇല്ലേ എന്നുള്ളത് ആർക്കറിയില്ല. കൊടുത്ത വെച്ച ആൾക്കറിയോ? അറിയില്ല. മനസ്സിലായി? അപ്പൊ ഇതൊന്നും നമ്മൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്കെന്തില്ല, അതൊന്നും ഒരു ആവശ്യമില്ല. ഇപ്പൊ ഇവിടെ കുറെ യതീം മക്കളെ കബറ് കിട്ടി. നമ്മൾ ആരും അറിയാതെ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നാളെ പെട്ടെന്ന് നീ വരുന്നത് കുറയും. പാവങ്ങളൊക്കെ വിളിച്ചാ വരില്ലേ? അപ്പൊ ആരും ഒരാൾ കുറെ ആളുകൾ ഇപ്പൊ എന്താക്കി നമുക്ക് പൈസ തന്നു. കുറെ ആൾക്കാർ നമുക്ക് പൈസ തന്നു. നമ്മൾ ആരും അറിയാതെ നമ്മൾ എന്താണ് കൊടുക്കുമ്പോ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും, തങ്ങളെ കിട്ടുന്ന പൈസക്ക് എന്താ കാട്ടുന്നത്? ചോദിക്കും. നിങ്ങളൊക്കെ പേടി വെച്ച്. അപ്പൊ ഇതൊക്കെ ജനങ്ങളിൽ തരുന്ന പൈസ നമ്മൾ ഏത് വകുപ്പ് ചെലവാക്കുന്നുണ്ട് എന്ന് ആരറിയാൻ? 1 ലക്ഷം റുപ്യ എന്ന കിണറിന്, ആ കിണർ കുഴിച്ചപ്പോ 1,09,000 ചെലവുണ്ട്. എത്ര? 1,09,000. നമ്മൾ എത്ര കൊടുത്ത്? 1 ലക്ഷം. അവര് ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം എന്താ? ഈ 1 ലക്ഷം റുപ്യ കൊടുത്തത് അവര് കണ്ടു. പക്ഷെ അതിന് മുന്നേ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിരുന്നു. ഒരാൾക്ക് 50, ഒരാൾക്ക് 50, അങ്ങനെ കൊടുത്താൽ വേണ്ടി എന്താവില്ല, എത്തൂല. ഇപ്പൊ ഞാൻ ആരും അറിയാതെ ഞാൻ എന്താട്ടി ആ പൈസ ഞാൻ എടുത്തു വെച്ചു, ഞങ്ങൾ കിണർ കുഴിച്ചിപ്പിക്കുന്നു ഞാൻ പറഞ്ഞാൽ എന്തായി? ഓലിക്കറിയോ? അപ്പോ നമ്മൾ എന്ത് ചെയ്താലും ജനങ്ങളെ മുമ്പിൽ ഞാൻ എന്താണ്? ഒരു തെറ്റുകാരൻ. മനസ്സിലായി? ഒറ്റമൊറ്റ പറക്കാണ് ആൾക്കാർ. എന്തിനറിയോ? ഇത് എങ്ങനെങ്കിലും ഗേറ്റ് ഒന്ന് പൂട്ടാൻ. അല്ലാഹു ഖിയാമത്ത് നാൾ അല്ലാഹു നിലനിർത്തി തരട്ടെ. യതീം മക്കൾക്ക് ഒരുപാട് കാലം. നിങ്ങൾ കഴിഞ്ഞ സലാത്തിന് വന്നോ? ആൾക്കാർ ഇവിടെ ഉണ്ടോ? നിങ്ങൾ കൈപ്പൊക്കെ കഴിഞ്ഞ സലാത്തിന് വന്നവര് ഈ നമ്മൾ നോക്കുന്ന യതീം മക്കള് മജ്‌ലിസ് കേൾക്കാത്തൊരു കൈപ്പൊക്കെയാണ്. അങ്ങനെ കുറച്ച് യതീം മക്കൾ മജ്‌ലിസ് കേൾക്കില്ല. നമ്മൾ ഈ പൈസ കൊടുക്കുന്ന ആളുകളൊന്നും മജ്‌ലിസ് കേൾക്കില്ല. അപ്പൊ ഇപ്പൊ കുറെ ആളുകൾ മജ്‌ലിസ് കേൾക്കില്ല. അമ്മ കേൾക്കലുണ്ടോ? അമ്മമാര് ചേച്ചിമാര് കേൾക്കലുണ്ടോ? നിങ്ങൾ കേൾക്കലില്ല? നിങ്ങൾ കേൾക്കുന്നത് നമുക്കറിയാം. നിങ്ങൾ കേൾക്കലുണ്ടോ? അപ്പോ ഇപ്പൊ ഇത് നമ്മള് ഇതും നമുക്ക് നാട്ടുകാർ തന്ന ഈ പൈസയും ഇപ്പൊ എല്ലാം ഇപ്പൊ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ ബർക്കത്തുകൊണ്ട് എല്ലാവർക്കും ഒരു റാഹത്താണ്. കാരണം എന്താ അറിയോ? ഒരു 5-10 ഉറുപ്പിക കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു നിഅമത്താണ് അല്ലേ? പറയും.
₹5000 കിട്ടാന്ന് പറഞ്ഞാല് വലിയ ഖൈറാണ്. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്നത് ആ മക്കൾ ഒരു 12-13 വയസ്സാകുന്നവരെ കൊടുക്കാനുള്ള സമ്പത്ത് അല്ലാഹു നമ്മളെ കയ്യിൽ തരട്ടെ. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം 10 മക്കളെ ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചത്. ഈ പൈത മക്കൾ ഒക്കത്തി വെച്ചിട്ട് ഓരിവിടെ വന്ന് ചോദിക്കുമ്പോ എന്താ നമ്മൾ ചെയ്യുക? അപ്പൊ മിഞ്ഞാന്ന് കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് പറഞ്ഞു, എന്റെ കുട്ടി ന്യൂമോണിയ ബാധിച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ആ ഓലമ്മ വന്നപ്പോൾ അവിടെ ആ കുട്ടികളമ്മ ഒരു ടീം വിളിച്ചിട്ട് പറഞ്ഞു ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിലാണ്. എന്താ അറിയോ, ഇപ്പൊ ഞാൻ 70 മക്കളെ കെട്ടിച്ചു. 70 മക്കളെ കെട്ടിച്ചു. എന്നിട്ട് എന്നോട് ചോദിക്കാം, നിങ്ങള് 20 മക്കളെ കെട്ടിട്ട് 70 പേര് പറയുന്നു. അപ്പൊ ചിലപ്പോ നാളെ നിങ്ങൾ തന്നെ പറയും കായ് എന്നിട്ടില്ല. പക്ഷെ പേടിയാണ്. ഞാൻ 5000 കൊടുക്കണേ, 10000 കൊടുക്കുന്ന ഒരുപാട് പരിപാടി വന്നിട്ട് ഞാൻ 10000 തരാം, തങ്ങളൊന്നും തന്നിട്ടില്ല എന്ന് പറഞ്ഞ നിങ്ങൾ പറയും. കാരണം എന്താ വിഷമാണ്, സാമ്പത്തികമായ പ്രയാസം. ഇതൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ തരുന്നത്. നിങ്ങൾക്കറിയില്ലേ, എന്റെ മക്കൾ ഇപ്പൊ ഈ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു എന്നോട്, എന്റെ മക്കൾക്ക് പെരുന്നാൾക്ക് ഡ്രസ് എടുക്കാൻ വേണ്ടി ഒരാളോട് ചോദിച്ചപ്പോ ഓന്റെ നമ്പർ ചോദിച്ചു. അള്ളാഹു ഇസ്സത്ത് പണയം വെക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ